ഹലോ. അപ്പം നമ്മളിന്നൊരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. അതും തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു മീൻ കറിയാണേ. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് തെരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ മീനിന് തെരച്ചി എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു മീൻ കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മീൻകറി വെച്ച് തുടങ്ങാം. അതിനായിട്ട് ആ മീനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള മീനാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിൽ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും നെടുകെ കീറി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊന്നുമില്ല, നമുക്ക് താല്പര്യം പോലെ കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്താൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടും എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. മീൻ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 സ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഭയങ്കര ഭസ്മം പോലെ പൊടിച്ചിട്ടുള്ളതല്ല, കുറച്ച് തരി നിർത്തി പൊടിച്ചിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പം ഞാനിവിടെ 2 പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പുളിയുടെ പുളി എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആ മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് അതങ്ങ് വെന്തോളും കേട്ടോ. അപ്പം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ അതിനായിട്ടൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമ്മൾ മീൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് തുറന്ന് നോക്കിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മളിതാ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ മീനിൽ നിന്ന് തന്നെ ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് വേകുമ്പോഴാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാനേ പാടില്ല കേട്ടോ. വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറഞ്ഞ തീയിലേ വയ്ക്കാവുള്ളേ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഞാൻ ആ ചട്ടിയിൽ തന്നെ വെക്കുന്നില്ല കേട്ടോ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല കുഴമ്പ് പോലെ പറയില്ലേ, അതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ. പിന്നെ നമുക്ക് ഗ്രേവിയൊക്കെ നമ്മുടെ താല്പര്യം പോലെ എടുക്കാമേ. കുറുകിയ ചാറോട് കൂടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ അവിടെ കുറച്ച് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചൂടുവെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനേ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവും കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടി നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കട്ടി ചാറോട് കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമേ താളിച്ചൊഴിക്കാവുള്ളേ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ട് താളിച്ചൊഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തിരണ്ടി മീൻ കറിയാണ് കേട്ടോ ഇത് വറുത്തരച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മീൻ കറിയാണ്. പിന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. മുള്ളൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല ഒരു മീൻ കറിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ഇനി തിരണ്ടി മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.